നമസ്കാരം, ഞാൻ അൽബനി. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ മേഖലകളെ കുറിച്ചാണ്. നമ്മൾ പലർക്കും ഇപ്പോഴും ഒരു ധാരണയുണ്ട്, ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് കഴുത്ത് വേദന, കൈവേദന, കാലുവേദന ഇങ്ങനെയുള്ള വേദനകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ അല്ല, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മേഖലയാണ്. ഇപ്പോൾ ഇതിൽ ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി ഉണ്ട്. കാര്യം ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പം ഒരു ഫ്രാക്ചർ വന്ന ശേഷം നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് കറക്റ്റ് അലൈൻമെൻറ്റിൽ നമ്മളത് ഓർത്തോപീഡിക് സർജൻ റെഡിയാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി ഉണ്ട്. പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രാ മെഡുലറി നെയിൽ വെച്ച കേസാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വെറും POP ഇട്ട കേസാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഏത് പോർഷനിലാണോ നമ്മൾ ആ സർജറി ചെയ്തത് ആ ഒരു പോർഷനിൽ മസിൽസ് ഭയങ്കര കൺട്രാക്റ്റഡ് ആയിരിക്കും. കൺട്രാക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിരിക്കും. അതിന് പിന്നെ മൊബിലൈസേഷനും അങ്ങനെയുള്ള ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് കൊടുത്തിട്ടാണ് സാധാരണ രീതിയിൽ നമ്മളത് റെഡിയാക്കുന്നത്. അപ്പോൾ ഓർത്തോപീഡിക് വിഭാഗത്തിൽ നമ്മുടെ ഫിസിയോതെറാപ്പി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നത് പോലെ തന്നെ ന്യൂറോളജിയിലാണ് നമ്മുടെ പല കണ്ടീഷൻസും. ഞാനിപ്പം ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. പക്ഷാഘാതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ, അതായത് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ സെക്ഷനിൽ ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ ആള് ശരിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ന്യൂറോ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് പല കണ്ടീഷൻ, വില്യൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന സിൻഡ്രം വരാം. അങ്ങനെ പല മെഡിക്കൽ ടൈംസ് ചെയ്യാൻ അധികം ഉപയോഗിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പക്ഷാഘാതം, അതുപോലെ തളർന്നു പോകുന്ന കേസുകൾ, ഇതെല്ലാം നമ്മുടെ പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി, നമ്മുടെ നട്ടലിനൊരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, സ്പൈനൽ കോഡിന് ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ ഇഞ്ചുറിയുടെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ താഴേക്ക് ചിലപ്പോൾ പാരലൈസ്ഡ് ആവാം, ചിലപ്പോൾ പാരാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലക്ഷയം ഉണ്ടാവാം, ചിലപ്പോൾ പൂർണ്ണമായിട്ടും തളർച്ച ഉണ്ടാവാം. ഇങ്ങനെയുള്ള കേസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ ഒരു റിക്കവറി ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ജീറിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ പ്രായമുള്ള ആളുകളുടെ അവരുടെ ഒരു മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും പ്രായമുള്ള ആളുകൾ. അപ്പോൾ ആ മൂവ്മെൻറ്റ് റെഡിയാവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മസിൽ പവർ നമുക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പിയുടെ ആവശ്യകത വളരെ അധികമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്കുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ജീറിയാട്രിക് ഫിസിയോതെറാപ്പിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഓൾഡ് ഏജ് ഹോംസിൽ അവർക്ക് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബിലിറ്റി എയ്ഡ്സ്, അതായത് വോക്കർ, അങ്ങനെയുള്ള നമ്മൾ നടക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള പല ഉപകരണങ്ങളും വെച്ചിട്ടാണ് ആളുകൾ നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ആളുകളെ എത്ര പ്രായമായാലും ഒരു 80-90 വയസ്സ് വരെ ആയ ആളുകളെയാണെങ്കിലും നമ്മൾ ഒരു ചെറിയ വ്യായാമ മുറകൾ അല്ലെങ്കിൽ ഇതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമ മുറകളാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമ മുറകൾ കൊണ്ട് അവരുടെ ഒരു മൊബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി ഉണ്ട്, ന്യൂറോ ഫിസിയോതെറാപ്പി, ജീറിയാട്രിക് ഫിസിയോതെറാപ്പി, പിന്നെ സ്പോർട്സ് മേഖലയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ റീഹാബിലിറ്റേഷൻ. അതായത് നമ്മളിപ്പം ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെങ്കിൽ മുട്ടിൻ്റെ അവിടെ നമ്മുടെ ലിഗമെൻറ്റിന് ഇഞ്ചുറി സംഭവിച്ച് സർജറി കഴിഞ്ഞ കേസുകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് മാത്രമല്ല, അങ്ങനെ ആംഗിൾ ജോയിൻറ്റ്, അങ്ങനെ പല ജോയിൻസിനും സാധാരണ ഈ സ്പോർട്സ് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ റീഹാബിലിറ്റേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി കൊണ്ടാണ് റെഡിയാകും. പിന്നെ പീഡിയാട്രിക്സ് വിഭാഗമുണ്ട്, അതായത് കുട്ടികൾ വരുന്ന ഓട്ടിസം, അതുപോലെ എന്താ പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം, സെർബ്രൽ പാൾസി, ഇതുപോലെയുള്ള കണ്ടീഷൻസിനൊക്കെ തന്നെ കുട്ടികളിൽ ഉണ്ടാവാവുന്ന മസിൽസിന് പറ്റുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ സ്പാസ്റ്റിക് വളരെ കട്ടിയുള്ള മസിലായിരിക്കും, ചിലപ്പോൾ ഫ്ലാസർ ഒരു കട്ടിയില്ലാതെ ആളുകളായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇന്നേബിൾ ടു മൂവ് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെ പലതരം ഇതിലുള്ള ഈ കുട്ടികളുടെ പ്രശ്നങ്ങളെ നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഗൈനക്കിലുണ്ട് ഫിസിയോതെറാപ്പി. കാര്യം ഗൈനക്കുള്ള പ്രീ നേറ്റൽ, പോസ്റ്റ് നേറ്റൽ, അതായത് പഴയ ആളുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡെലിവറിയുടെ മുമ്പ് തന്നെ അന്ന് അവർക്ക് എക്സസൈസ് പഴയ ആളുകൾ കൊടുക്കുമായിരുന്നു, കുനിഞ്ഞും തൂക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ കൊണ്ട് ഒരുപാട് പേര് സിസേറിയനിലേക്കൊക്കെ പോകുന്നു. ഒരുപാടല്ല, എനിക്ക് തോന്നുന്നു 80% കൂടുതൽ തന്നെ സിസേറിയനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രീ നേറ്റൽ എക്സസൈസ് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ സംജാതമാണ്. പിന്നെ പോസ്റ്റ് നേറ്റൽ, അതായത് ഡെലിവറി കഴിഞ്ഞ ശേഷമാണെങ്കിൽ സ്ത്രീകൾ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മസിൽസിന് ഭയങ്കര ഒരു കട്ടിയില്ലാതെ വന്നിട്ട് വയറ് ചാടിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം പോസ്റ്റ് നേറ്റൽ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഇതിനെ മാത്രം ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം അവരുടെ പഴയ പോലെ തന്നെ മസിൽ പവർ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. കാര്യം വൺസ് നമ്മുടെ വയറ് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ നടുവേദന ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മുടെ നട്ടലിന് ശരിക്ക് 4 വളവുകളാണുള്ളത്. നമ്മൾ നട്ടലാരുടെ മുമ്പ് വളയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 4 വളവുകളുണ്ട്. 2 വളവ് മുമ്പോട്ടും 2 വളവ് പുറകോട്ടും, 2 ലോഡോസിസും 2 കൈഫോസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലംബാർ ലോഡസ് നമ്മുടെ നടുവിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെ നമ്മൾ എന്ന് പറഞ്ഞ വയർ മുമ്പോട്ട് കൂടുമ്പോൾ ആ പുറകിലുള്ള വളവിൻ്റെ അവിടെ ഒരു കൂടുതൽ സ്ട്രെയിൻ വരും. ലോഡോസിസ് നമ്മുടെ കൂടും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ വളവ് കൂടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, അതായത് ഓർത്തോപെഡിക്, ന്യൂറോളജി, ജീറിയാട്രിക്, സ്പോർട്സ്, ഗൈനക്ക്, ഇങ്ങനെയുള്ള കാര്യം. പിന്നെ സർജറിക്ക് മുമ്പ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കേസുകളുണ്ട്. അതായത് ഇപ്പം സാധാരണ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുപിടുന്ന ക്യാൻസർ കേസുകൾ. അപ്പം ക്യാൻസർ കേസുകളിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് സർജിക്കൽ കേസിൽ ലിംഫെഡിമ, അതായത് കൈക്ക് നീര് വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൈക്ക് നീര് വന്നു കഴിയുമ്പോൾ അത് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വ്യായാമ മുറകൾ കൊണ്ട് ഒരു നോർമൽ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ ഫിസിയോതെറാപ്പിയുടെ ഒരു ആവശ്യകത ഇന്നത്തെ കാലത്തുണ്ട്. നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഓരോ കണ്ടീഷൻസിനെ കുറിച്ച് ഞാൻ ഓരോ ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തുറന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമസ്കാരം.